നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച നടന്ന ലോക വാർത്താ വിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക് എവർക്കും സ്വാഗതം. സുനിതയ്ക്കും സംഘത്തിനും ബഹിരാകാശ നിലയത്തിൽ പുതിയ ഭീഷണി. വില്ലനായി സൂപ്പർ ബഗിന്റെ സാന്നിധ്യം. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിനും സംഘത്തിനും ബഹിരാകാശ നിലയത്തിൽ പുതിയ ഭീഷണി. പുതിയ ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് നിലയത്തിൽ അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചത്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയയായ എൻഡ്രോബാക്ടർ ബുഗൻഡെൻസിന്റെ സാന്നിധ്യമാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ബാക്ടീരിയ ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. മരുന്നുകളോട് പ്രതിരോധശേഷി നേടിയ അപകടകാരികളായ ഇത്തരം ബാക്ടീരിയകളെ സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്നു. ഇവ ബഹിരാകാശ സഞ്ചാരികളിലൂടെയാണ് ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്നത്. ബാക്ടീരിയകൾക്ക് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ബാക്ടീരിയകൾ പുതിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് ശേഷമേ യാത്രികർക്ക് ഭൂമിയിലേക്ക് മടങ്ങാനാവൂ. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബച്ച് വിൽമോറും ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ജൂൺ 6-നാണ് എത്തിയത്. സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമായിരുന്നു ഇത്. സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിതയെന്ന നേട്ടവും ഒരു പുതിയ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ പരീക്ഷണം നടത്തുന്ന വനിതയെന്ന നേട്ടവും സുനിതയ്ക്ക് ലഭിച്ചു. ഇരുവരെയും കൂടാതെ 7 പേർ കൂടി നിലയത്തിലുണ്ട്. ദീർഘനാളായി ബഹിരാകാശ നിലയത്തിലുള്ളവരാണവർ. സ്റ്റാർലൈൻ പേടകത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുകയാണ് ദൗത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം. നിലയത്തിലേക്ക് സ്വയം ഗതി നിർണയം നടത്തി സഞ്ചരിക്കാനുള്ള പേടകത്തിന്റെ ശേഷി വിലയിരുത്തിയിരുന്നു. ഇതിനു പുറമെ സഞ്ചാരികൾ പേടകം സ്വയം നിയന്ത്രിക്കുന്ന സംവിധാനവും പരിശോധിച്ചു. ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സ്റ്റാർലൈനർ പേടകം കരയിലാണ് ഇറങ്ങുക. പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ സഖ്യം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. ലോവർ ഹൗസ് നാഷണൽ അസംബ്ലിയിലേക്കുള്ള ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പുകൾ ജൂൺ 30-നും രണ്ടാം റൗണ്ട് ജൂലൈ 7-നും നടക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാക്രോൺ പറഞ്ഞു. തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും മുന്നേറുകയാണെന്നും തനിക്ക് സ്വയം രാജിവെക്കാൻ കഴിയാത്ത സാഹചര്യമാണിതെന്നും മാക്രോൺ പറഞ്ഞു. അതിനാൽ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് തരുന്നു. ഞാൻ ഇന്ന് രാത്രി ദേശീയ അസംബ്ലി പിരിച്ചുവിടുന്നുവെന്നും ഇത് ഗൗരവമേറിയതും ഭാരമേറിയതുമായ തീരുമാനമാണെങ്കിലും ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാവി തലമുറകൾക്ക് വേണ്ടി ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഫ്രഞ്ച് ജനതയുടെ കഴിവിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ രാത്രിയോടെ തന്നെ മാക്രോൺ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു. Cette décision est grave, lourde, mais c'est avant tout un acte de confiance. Confiance en vous, mes chers compatriotes, en la capacité du peuple français à faire le choix le plus juste pour lui-même et pour les générations futures. Confiance en notre démocratie. Que la parole soit donnée au peuple souverain, rien n'est plus républicain. Cela vaut mieux que tous les arrangements, toutes les solutions précaires. C'est un temps de clarification indispensable. യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം യൂറോപ്പിനെ പ്രതിരോധിക്കുന്ന പാർട്ടികൾക്ക് നല്ല ഫലമല്ല എന്ന് ഇമ്മാനുവൽ മാക്രോൺ സമ്മതിച്ചു. ഫ്രാൻസിലെ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നാഷണൽ റാലി ഉൾപ്പെടെ രാജ്യത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് ഏകദേശം 40% വോട്ട് നേടാൻ കഴിഞ്ഞു. മറീനിലെ പെന്നിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി 28-കാരനായ ജോർദാൻ ബാർഡലേപ്പയുടെ നേതൃത്വത്തിൽ ഏകദേശം 32% വോട്ടുകളാണ് നേടിയത്. ആദ്യ എക്സിറ്റ് പോൾ പ്രകാരം മാക്രോണിന്റെ പാർട്ടി നേടിയത് 15% മാത്രമാണ്. സോഷ്യലിസ്റ്റുകൾ 14% വോട്ടും നേടി. 2019-ലെ കഴിഞ്ഞ യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനമാണ് നാഷണൽ റാലി നടത്തിയത്. കാലാവധി അവസാനിക്കാൻ 3 വർഷം മാത്രം ശേഷിക്കെ മാക്രോണിന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നതാണ് RNന്റെ വിജയം. കൂടാതെ LC പാലസ് വിജയിക്കാനുള്ള തന്റെ എക്കാലത്തെ മികച്ച അവസരമുണ്ടെന്ന് RN തലവൻ മരീൻ ലെ പെൻ കരുതുന്നു. അതേസമയം വരാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഫ്രഞ്ച് ജനത തങ്ങൾക്കൊപ്പം നിന്നാൽ അധികാരം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ലെ പെൻ പറഞ്ഞു. മാക്രോണിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം.
ഇമിഗ്രേഷൻ കുറ്റകൃത്യങ്ങൾ, 2 വർഷത്തെ പണപ്പെരുപ്പ പ്രതിസന്ധി എന്നിവയിൽ രാജ്യത്ത് നിലനിൽക്കുന്ന അതൃപ്തി ആയുധമാക്കിയാണ് യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ലെ പെന്നും ബാർലപ്പയും നേരിട്ടത്. യുദ്ധം അവസാനിക്കുന്നു. ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് UN-ൽ അംഗീകാരം. പ്രമേയം പാസാക്കി ഇസ്രായേൽ ഹമാസ്. യുദ്ധം അവസാനിക്കാൻ വഴിയൊരുങ്ങും. ഗാസ മുനമ്പിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശത്തെ UN സുരക്ഷാ കൗൺസിൽ പിന്തുണച്ചു. 8 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാർ അംഗീകരിക്കണമെന്ന് ഹമാസിനോട് UN ആവശ്യപ്പെടുകയും ചെയ്തു. US തയ്യാറാക്കിയ പ്രമേയം അംഗീകരിച്ചതിനെ ഹമാസ് സ്വാഗതം ചെയ്തു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും അനുസൃതമായ പദ്ധതിയുടെ തത്വഫലങ്ങൾ നടപ്പിലാക്കുന്നതിന് മധ്യസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം റഷ്യ UN വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ബാക്കിയുള്ള 14 സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് എന്ന് ബൈഡൻ വിശേഷിപ്പിച്ച വെടിനിർത്തൽ വ്യവസ്ഥയെ മറ്റെല്ലാവരും പിന്തുണയ്ക്കുകയായിരുന്നു. സമാധാനത്തിനായാണ് വോട്ട് ചെയ്തതെന്ന് UN-ലെ US അംബാസഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് വോട്ടെടുപ്പിന് ശേഷം കൗൺസിലിൽ പറഞ്ഞു. പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം. കൗൺസിലിലെ ഏക അറബ് അംഗമായ അൾജീരിയ പ്രമേയത്തെ പിന്തുണച്ചു. ഇതുവഴി ഉടനടിയുള്ള ശാശ്വതമായ വെടിനിർത്തലിലേക്കുള്ള ഒരു ചുവടുവെപ്പിനെ പ്രതിനിധീകരിക്കാൻ കഴിയുന്നുവെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അൾജീരിയയുടെ UN അംബാസഡർ അമർ ബെൻഗ്ലാമ കൗൺസിലിൽ പറഞ്ഞു. പാലസ്തീനികൾക്ക് ഇത് പ്രതീക്ഷ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം കരാറിൽ അവ്യക്തത ഉള്ളതുകൊണ്ടാണ് ഒപ്പുവെക്കാത്തതെന്നാണ് റഷ്യയുടെ പ്രതികരണം. ഇസ്രായേൽ UN അംബാസഡർ ഗിലാൻഡ് എർദാൻ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും കൗൺസിലിനെ അഭിസംബോധന ചെയ്തില്ല. എന്നാൽ ഗാസയിലെ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായിരുന്നുവെന്ന് മുതിർന്ന ഇസ്രായേലി UN നയതന്ത്രജ്ഞൻ റൂട്ട് ഷാപ്പിർ ബെൻ നഫ്താലി പറഞ്ഞു. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക, ഭാവിയിൽ ഗാസ ഇസ്രായേലിന് ഭീഷണിയാകുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഇസ്രായേലിന്റെ വ്യവസ്ഥകൾ. മോദിക്കൊപ്പം സെൽഫിയെടുത്ത് ജോർജിയ മെലോനി. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ചിത്രം. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും ചേർന്ന് സെൽഫി എടുക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഇറ്റലിയിലെ അപ്പുലിയിൽ നടന്ന ഉച്ചകോടിക്കിടെ മെലോനി ചിത്രം ഫോണിൽ പകർത്തിയത്. കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും എടുത്ത സെൽഫി വൈറലായിരുന്നു. COP28-ലെ നല്ല സുഹൃത്തുക്കൾ മെലോഡി എന്ന അടിക്കുറിപ്പോടെയാണ് മെലോനി അന്ന് ചിത്രം പങ്കുവച്ചത്. വെള്ളിയാഴ്ച മോദിയും മെലോനിയും ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. തുടർച്ചയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദിയെ മെലോനി അഭിനന്ദിച്ചതായി PMO അറിയിച്ചു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിന് മോദി മെലോനിയെ നന്ദി അറിയിക്കുകയും ഉച്ചകോടിയുടെ വിജയം ആശംസിക്കുകയും ചെയ്തു. G7-ൽ അംഗമല്ലാത്ത ഇന്ത്യയെ ഉച്ചകോടിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുകയായിരുന്നു. ഇറ്റലി, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ബ്രിട്ടൻ, US എന്നിവരാണ് G7 രാജ്യങ്ങൾ. വിവിധ നേതാക്കളുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരമുണ്ടാക്കാൻ ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ചർച്ചകളും നയതന്ത്രവും ഇതിനുള്ള ആയുധമാക്കുന്നുവെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയിലൂടെ വ്യാപാരത്തിലും കൂടുതൽ സഹകരണം ഉറപ്പു നൽകി. 3 മിനിറ്റ് കൊണ്ട് ജുവലറി കാലിയാക്കി 20 അംഗ മോഷണ സംഘം US-ലെ പകൽക്കൊള്ള. കണ്ണടച്ചു തുറക്കും വേഗത്തിൽ ജുവലറി കൊള്ളയടിച്ച് 20 അംഗ സംഘം. പൂനെ ആസ്ഥാനമായ PNG ജുവലേഴ്സിന്റെ അമേരിക്കയിലെ ഷോറൂമിലാണ് മിനിറ്റുകൾക്കുള്ളിൽ പകൽക്കൊള്ള നടന്നത്. മുഖംമൂടി ധരിച്ച 20 മോഷ്ടാക്കൾ കാലിഫോർണിയയിലെ സണ്ണിവേലിലുള്ള ഷോറൂമിലേക്ക് ചില്ലുവാതിൽ തകർത്ത് ഇരച്ചു കയറുകയായിരുന്നു. ഈ സമയം ഒരു സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഷോറൂമിലുണ്ടായിരുന്നത്.
ഇയാളെ കീഴ്പ്പെടുത്തിയ സംഘം ജ്വല്ലറിയിലെ പ്രദർശന അലമാരകളുടെ ചില്ലുകൾ തകർത്ത് ആഭരണങ്ങൾ കവർന്നു. 3 മിനിറ്റിനുള്ളിൽ ജ്വല്ലറി കാലിയാക്കി കവർച്ച സംഘം കടന്നുകളഞ്ഞു. ജ്വല്ലറിയിലെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് മോഷണ രീതി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതെന്ന് US-ലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 5 പേർ അറസ്റ്റിലായി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പുരുഷോത്തം നാരായൺ ഗാഡ്ഗിൽ സ്ഥാപിച്ച ജുവലറി ശൃംഖലയാണ് PNG. ഇവർക്ക് ഇന്ത്യയിലും US-ലും ദുബായിലുമായി 35 ഷോറൂമുകളുണ്ട്. കുവൈറ്റിൽ ലേബർ ക്യാമ്പ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളടക്കം 49 മരണം. കുവൈറ്റിൽ തൊഴിലാളികളുടെ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളടക്കം 49 പേർ മരിച്ചു. മംഗഫ് ഏരിയയിലെ ബ്ലോക്ക് 4-ൽ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനി ക്യാമ്പിൽ ജൂൺ 12-ന് പുലർച്ചെ 4-നാണ് അതിദാരുണ സംഭവം ഉണ്ടായത്. അതിരാവിലെ പലരും ഉറക്കത്തിലായിരുന്നതാണ് മരണസംഖ്യ കൂടാനിടയായത്. ഇത്രയധികം പേരുടെ മരണത്തിനിടയാക്കിയ മഹാദുരന്തം കുവൈറ്റിന്റെ സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. തീപിടുത്തം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് കാരണമെന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചു. കുവൈറ്റ് അപകടം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് NBCT മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. All support what they give, it is unbelievable. You know, the way they are like that. I am in Kuwait 49 years. I love the country, I love the people. Okay, so also our embassy did a very good job. Our India government, they immediately sent our state minister to Kuwait, and they met with the higher authorities, made everything faster and easy. So that's why within 48 hours. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ച പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്ന് കുവൈറ്റ് അഗ്നിരക്ഷാ സേന വ്യക്തമാക്കി. ദുരന്ത സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകട കാരണം കണ്ടെത്തിയതെന്ന് കുവൈറ്റ് അഗ്നിശമന സേന പ്രസ്താവനയിൽ അറിയിച്ചു. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്തിമ നിഗമനത്തിലെത്തിയത്. ഫ്ളാറ്റിനുള്ളിൽ മുറികൾ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയതായി ഫയർഫോഴ്സ് കേണൽ സയ്യിദ് അൽ മൗസാവി പറഞ്ഞു. മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കി. ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു. 6 നില കെട്ടിടത്തിൽ 24 ഫ്ളാറ്റുകളിലെ 72 മുറികളിലായി 196 പേരാണ് താമസിച്ചിരുന്നത്. ഇതിൽ 20 പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നതിനാൽ സംഭവ സമയത്ത് 176 പേർ ക്യാമ്പിലുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല. ഗോവണിപ്പടി വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി. അപകടമുണ്ടായ സമയവും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നാണ് നിഗമനം. പുലർച്ചെ 4:30 തീ പടരുമ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു. തീ പടർന്നതിന് പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത്. പൊള്ളയേറ്റ് മരിച്ചത് 2 പേർ മാത്രമാണ്. ബാക്കി 47 പേരും മരിച്ചത് പുക ശ്വസിച്ചെന്നാണ് NBTC കമ്പനി പ്രതിനിധി പറഞ്ഞു. കുവൈറ്റ് അപകടം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് NBTC മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്നും എന്നാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈകാരികമായാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതികരിച്ചത്. കുവൈറ്റ് അപകടത്തിന് ശേഷം കാര്യക്ഷമമായി ഇടപെട്ട കുവൈറ്റ് ഇന്ത്യ സർക്കാരുകൾക്കും ഇന്ത്യൻ എംബസിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി കമ്പനി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ആ കുടുംബങ്ങൾക്കൊപ്പം തങ്ങൾ എന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പനിയുടെ ഭാഗത്തു നിന്ന് 8 ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകും. ഇൻഷുറൻസ് അടക്കമുള്ളവ കൃത്യമായി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപകടമുണ്ടായ കെട്ടിടം തങ്ങൾ ലീസിന് എടുത്തതാണെന്ന്
KG എബ്രഹാം പ്രതികരിച്ചു. ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്നും അവർക്ക് ഭക്ഷണത്തിനായി കെട്ടിടത്തിൽ തന്നെ മെസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുവെന്നത് ശരിയല്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. അപകടം നടന്ന സമയത്ത് 80 പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നോട് അവിടേക്ക് എത്താൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. മരിച്ചവർക്ക് 8 ലക്ഷം രൂപയും 4 വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസായും നൽകും. ചികിത്സയിൽ കഴിയുന്ന 40 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും KG എബ്രഹാം അറിയിച്ചു. ഉത്തര കൊറിയൻ ട്രാഷ് ബലൂണുകൾ ദക്ഷിണ കൊറിയയിൽ അഴുക്ക് നിറയ്ക്കുന്നു. നോർത്ത് കൊറിയയുടെ അയൽരാജ്യമായ സൗത്ത് കൊറിയയുമായി പോരാടാൻ ഒരു പുതിയ തന്ത്രം സ്വീകരിച്ചു. അഴുക്ക് അടങ്ങിയ ഫ്ലോട്ടിംഗ് ബാഗുകൾ വൻ ബലൂണുകൾ ഉപയോഗിച്ച് അതിർത്തിക്കപ്പുറത്തേക്ക് അയക്കുന്നു. ദക്ഷിണ കൊറിയൻ സൈന്യം വടക്ക് നിന്ന് 150-ലധികം വലിയ ട്രാഷ് ബലൂണുകൾ വരുന്നത് കണ്ടെത്തിയതായി രാജ്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. JCS പുറത്തുവിട്ട ഫോട്ടോകളിൽ 2 ഭീമൻ ബലൂണുകൾ കൊണ്ടു നടക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ കാണാൻ സാധിക്കും. ഇതിൽ പ്ലാസ്റ്റിക്കിന്റെ അവശിഷ്ടങ്ങൾ, കടലാസ് ഷീറ്റുകൾ എന്നിവയാണ് ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ നടപടികൾ വ്യക്തമായും അന്താരാഷ്ട്ര നിയമം ലംഘിക്കുകയും തങ്ങളുടെ നാട്ടിലെ പൗരന്മാരുടെ സുരക്ഷയെ ഗുരുതരമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് JCS പറഞ്ഞു. ഉത്തര കൊറിയൻ ബലൂണുകളിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ഉത്തരവാദിത്വവും പൂർണ്ണമായും ഉത്തര കൊറിയയുടേതാണെന്നും മനുഷ്യത്വരഹിതവും ഇത്തരം തരം താഴ്ന്ന രീതിയിലുമുള്ളതായ നടപടികൾ ഉടൻ അവസാനിപ്പിക്കാൻ കർശനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വടക്കൻ ജിയോഗ്നി, ഗാങ്വോൺ പ്രവിശ്യകളിലെ താമസക്കാർക്ക് അജ്ഞാത വസ്തുക്കളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനെതിരെ ഉപദേശിക്കാനും പ്രാദേശിക സർക്കാരുകൾ സന്ദേശം അയച്ചു. പാക്കേജുകൾ റെസിഡൻഷ്യൽ ഏരിയകൾ, എയർപോർട്ടുകൾ, ഹൈവേകൾ എന്നിവയെ നശിപ്പിക്കുകയാണെന്ന് JCS പറഞ്ഞു. ഉത്തര കൊറിയൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥ കൂടിയായ നേതാവ് കിം ജോങ് ഉന്നിന്റെ ഇളയ സഹോദരി കിം യോ ജോങ്ങിന്റെ പ്രവർത്തനങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ് വിശേഷിപ്പിച്ചത്. കൊറിയൻ അതിർത്തിയിലും മധ്യപ്രദേശങ്ങളിലും ബലൂണുകളിൽ ഘടിപ്പിച്ച ബാഗുകളിൽ ടോയ്ലറ്റ് പേപ്പറും മറ്റു പാഴ്വസ്തുക്കളും ഉത്തര കൊറിയ നിക്ഷേപിച്ചതായി സംസ്ഥാന കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയോട് കിം പറഞ്ഞിരുന്നു. കിം ഉത്തര കൊറിയയുടെ പ്രവർത്തനങ്ങളെ ദക്ഷിണ കൊറിയയുടെ വർഷങ്ങളായുള്ള സമ്പ്രദായമായ നോർത്ത് കൊറിയ വിരുദ്ധ ലഘുലേഖകൾ അടങ്ങിയ ബലൂണുകൾ നോർത്ത് കൊറിയയിലേക്ക് അയക്കുന്നതിനെ വെച്ച് താരതമ്യപ്പെടുത്തുകയും ചെയ്തു. യുക്രൈനെതിരായ യുദ്ധത്തിൽ ചൈനയും റഷ്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് G7 ഉച്ചകോടി. യുക്രൈനെതിരായ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഉച്ചകോടി മുന്നറിയിപ്പ് നൽകി. തെക്കൻ ഇറ്റലിയിലെ അപുലിയ ജില്ലയിൽപ്പെട്ട സാവെൽറ്റി പട്ടണത്തിലെ ബോർഗോ എഗ്നാസിയ റിസോർട്ടിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ സമാപനത്തിലാണ് ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തികൾ ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ചത്. റഷ്യയുടെ പ്രതിരോധ വ്യാവസായിക മേഖലയെ സഹായിക്കുന്ന ചൈനയ്ക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ അമേരിക്ക നയതന്ത്ര ശ്രമങ്ങൾ നടത്തി വരുന്നതിനിടെയാണ് G7 ഉച്ചകോടിയും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. റഷ്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറയ്ക്ക് ചൈന നൽകുന്ന പിന്തുണ യുക്രൈനിലെ നിയമവിരുദ്ധമായ യുദ്ധം തുടരാൻ റഷ്യയെ പ്രാപ്തമാക്കുന്നുവെന്നും ഇത് വലിയ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും G7 നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. റഷ്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് പിൻബലമേകി ആയുധ ഘടകങ്ങളും ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള സാമഗ്രികളുടെ കൈമാറ്റം നിർത്താൻ ചൈനയോട് ആവശ്യപ്പെടുന്നുവെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യയെ സഹായിക്കുന്നുവെന്ന് പറയുന്ന ചൈനീസ് സ്ഥാപനങ്ങളെ ശിക്ഷിക്കുന്നതിന് ഉപരോധം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന ചൈനയിലെയും മൂന്നാം രാജ്യങ്ങളിലെയും ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾക്കുമെതിരെ നടപടിയെടുക്കുന്നത് തുടരുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അർദ്ധചാലകങ്ങൾ, ഉപകരണങ്ങൾ, മെഷീൻ ടൂളുകൾ തുടങ്ങിയവയുടെ കയറ്റുമതിയിലൂടെ റഷ്യയുടെ പ്രതിരോധ വ്യവസായ മേഖല ശക്തമാക്കാൻ ചൈന സഹായിക്കുന്നുണ്ടെന്നും ഇതുമൂലം കാലതാമസമില്ലാതെ ടാങ്കുകളും
യുദ്ധോപകരണങ്ങളും കവചിത വാഹനങ്ങളും നിർമ്മിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുണ്ടെന്നും നേരത്തെ മുതൽ അമേരിക്ക ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണം നിഷേധിച്ച ചൈന ആർക്കും ആയുധങ്ങൾ നൽകിയിട്ടില്ലെന്നും ഇരട്ട ഉപയോഗമുള്ള വസ്തുക്കളുടെ കയറ്റുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശദീകരിക്കുന്നു. റഷ്യയെ സഹായിക്കുന്നതിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഇതിനകം ചൈനീസ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയ്ക്ക് അർദ്ധജാലകങ്ങൾ വിതരണം ചെയ്യുന്ന ചൈന ആസ്ഥാനമായുള്ള കമ്പനികൾക്ക് കഴിഞ്ഞ ദിവസം അമേരിക്ക പുതിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. റഷ്യയുടെ അധിനിവേശത്തിൽ തളർന്നുകൊണ്ടിരിക്കുന്ന യുക്രൈനെ ശാക്തീകരിക്കുക എന്നതായിരുന്നു G7 ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. അതേസമയം ചൈനയും പാകിസ്ഥാനും ചേർന്നുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ബദലായി ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് പിന്തുണ നൽകുമെന്ന് G7 ഉച്ചകോടി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈൻ സമാധാന ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ ഇന്ത്യയടക്കം 7 രാജ്യങ്ങൾ. യുക്രൈന്റെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ അടിസ്ഥാനമാക്കിയുള്ളതാകണം റഷ്യയുമായുള്ള സമാധാന കരാർ എന്ന ആവശ്യമുയർത്തി 2 ദിവസത്തെ യുക്രൈൻ സമാധാന ഉച്ചകോടി അവസാനിച്ചു. 90-ലേറെ രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കുന്നതിൽ നിന്ന് ഇന്ത്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തായ്ലാന്റ്, ഇന്തോനേഷ്യ, മെക്സിക്കോ, UAE തുടങ്ങി റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ വിട്ടുനിന്നു. നിരീക്ഷകരായി ഉച്ചകോടിയിൽ പങ്കെടുത്ത ബ്രസീലും സംയുക്ത പ്രസ്താവന അംഗീകരിച്ചില്ല. 79 രാജ്യങ്ങൾ ഒപ്പുവെച്ച സ്പൊറേഷ്യ ആണവ നിലയത്തിന്റെ നിയന്ത്രണം യുക്രൈന് തിരിച്ചു നൽകണമെന്നും തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു. ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യ സെക്രട്ടറി പവൻ കപൂറാണ് പങ്കെടുത്തത്. ഇരുവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ സമാധാനത്തിനായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ചർച്ച തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ജൂൺ 15-16 തീയതികളിലായി സ്വിറ്റ്സർലൻഡിലെ ബെർഗസ്റ്റോക്കിലാണ് ഉച്ചകോടി നടന്നത്. എന്നാൽ ഇതിലേക്ക് റഷ്യയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. ചൈനയെ യുക്രൈൻ ക്ഷണിച്ചെങ്കിലും അവർ പ്രതിനിധിയെ അയക്കാതെ വിട്ടുനിന്നു. എന്നാൽ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ തുർക്കി പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് യുക്രൈന് ആശ്വാസമായിട്ടുണ്ട്. ഇപ്പോഴും ചിലർ ബാലൻസിങ്ങിന് ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യം പിന്മാറിയാൽ നാളെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഗാസയിൽ സഹായം എത്തിക്കാൻ പകൽ യുദ്ധം നിർത്തി ഇസ്രയേൽ. ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കുന്നതിനായി പകൽ സമയം ചില റൂട്ടിൽ പോരാട്ടം നിർത്തിവെക്കുമെന്ന് ഇസ്രയേലി സേന അറിയിച്ചു. തെക്കൻ ഗാസയിലെ കെറം ഷാലോം ചെക്ക് പോസ്റ്റിൽ നിന്നും 4-ാം അൽ ദിൻ റോഡ് വരെയും അവിടെ നിന്ന് ഖാൻ യൂനിസ് പട്ടണത്തിനടുത്തുള്ള യൂറോപ്യൻ ആശുപത്രി വരെയുമുള്ള പാതയിലാണ് സൈനിക നടപടി ഒഴിവാക്കുക. ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കൾ നിറച്ച ലോറികൾ കെട്ടിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് നയതന്ത്രപരമായ നീക്കമെന്നും അറിയിച്ചു. രാവിലെ 8 മുതൽ രാത്രി 7 വരെയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ആരംഭിച്ച ഇത് അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ തുടരുമെന്നും പറയുന്നു. അതേസമയം ഇത് വെടിനിർത്തലല്ലെന്നും തെക്കൻ ഗാസയിലെ റാഫേൽ യുദ്ധം തുടരുമെന്നും ഇസ്രയേലി സേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലിനും ഗാസയ്ക്കും ഇടയിലുള്ള കെറം ഷാലോം ചെക്ക് പോസ്റ്റ് 1 മാസത്തിലധികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇസ്രയേലി സേന റാഫേൽ ആക്രമണം തുടങ്ങിയതോടെയായിരുന്നു ഇത്. ഇതിനു മുമ്പ് കെറം ഷാലോം വഴിയാണ് ഗാസയിലേക്ക് പ്രധാനമായും സഹായം എത്തിച്ചേർന്നിരുന്നത്. ജനം തിങ്ങി നിറഞ്ഞ റാഫയിൽ സൈനിക നടപടി ഒഴിവാക്കാൻ ഇസ്രയേലിനുമേൽ സഖ്യകക്ഷികളും അന്താരാഷ്ട്ര സംഘടനകളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമായ റാഫേലെ യുദ്ധം ഒഴിവാക്കാനാവില്ലെന്ന് ഇസ്രയേലിന്റെ നിലപാട്. ഇതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ പ്രതിരോധ മന്ത്രി യോവാവ് ഗാലന്റിനെയോ അറിയിക്കാതെയാണ് ഇസ്രയേലി സേന പകൽ യുദ്ധം നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇന്നലെയാണ് നെതന്യാഹു ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. പദ്ധതി അംഗീകരിക്കാനാവില്ലെന്ന് നെതന്യാഹു മിലിറ്ററി സെക്രട്ടറിയോട് പറഞ്ഞു. ഇസ്രയേലി സേനയുടെ നയത്തിൽ മാറ്റമില്ലെന്നും റാഫേലെ യുദ്ധം പ്ലാൻ പോലെ നടക്കണമെന്നും നെതന്യാഹു നിർദ്ദേശിച്ചു. വേൾഡ് ഡെസ്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ലോക വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.